കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. വ്യാജമദ്യം തയ്യാറാക്കി വിവിധയിടങ്ങളിൽ വിതരണം ചെയ്തത് ചെന്നദുരൈ എന്ന് പോലീസ്. ഇയാൾ മുൻപും സമാന കേസിൽ പ്രതിയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി. വ്യാജമദ്യ ദുരന്തത്തിൽ 50 മരണം. വിവരങ്ങളുമായി അശ്വനി എസ് ചേരുന്നുണ്ട്. അശ്വനി, വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ള ചെന്നദുരൈയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്ത കേസിൽ മുഖ്യപ്രതി അറസ്റ്റിലായിരിക്കുന്നു. വ്യാജമദ്യം തയ്യാറാക്കി വിവിധയിടങ്ങളിൽ വിതരണം ചെയ്തത് ചെന്നദുരൈ എന്ന ആളാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇയാൾ മുൻപും സമാനമായ കേസിൽ പ്രതിയായിരുന്നുവെന്നും പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. വ്യാജമദ്യ ദുരന്തത്തിൽ ഇതുവരെ 50 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. അശ്വനി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വനി, ചെന്നദുരൈ വിവിധ കേസുകളിൽ പ്രതിയായിട്ടുള്ളയാളാണെന്ന് ഈ ഘട്ടത്തിൽ വെളിവാകുന്നു. കൂടുതൽ അറസ്റ്റ് സംബന്ധിച്ച വിശദാംശങ്ങൾ. സംഗീത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിനകത്ത് മുഖ്യപ്രതിയായ ചെന്നദുരൈയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. നേരത്തെ തന്നെ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ മറ്റൊരു മുഖ്യപ്രതിയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഗോവിന്ദരാജും ചെന്നദുരൈയും ചേർന്നാണ് ഇത്തരത്തിൽ വ്യാജമദ്യം നിർമ്മിച്ച് വിതരണം ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ ഈ ഗോവിന്ദരാജും ചെന്നദുരൈയും നേരത്തെയും സമാനമായ കേസിൽ വ്യാജമദ്യം നിർമ്മിച്ച് വിറ്റ കേസിൽ പ്രതികളാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം അടക്കം ഇന്നലെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നിയമസഭ ചേരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കള്ളക്കുറിച്ചിയിലെ ഈ വിഷമദ്യ ദുരന്തം അടക്കം സഭയിൽ ഉന്നയിച്ച് സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യതയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർന്നത്. ഏകദേശം 100ഓളം പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ ഇവരുടെ ആരോഗ്യനില ഗുരുതരമാണ്. മരണസംഖ്യ അതുകൊണ്ട് തന്നെ ഇനിയും ഉയർന്നേക്കും. ഏകദേശം ഇപ്പോൾ 50 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 107-ലേറെ പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രത്യേകിച്ച് പുതുച്ചേരിയിലെ ജിപ്മർ അടക്കമുള്ള ആശുപത്രികളിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. പലരുടെയും നില ഗുരുതരമാണ്. മെഥനോൾ കലർന്ന വ്യാജമദ്യമാണ് ഇവർ വിതരണം ചെയ്തത്. കർണാപുരത്താണ് ഇത്തരത്തിൽ വ്യാജമദ്യം വിതരണം ചെയ്തത്. ഇത് കഴിച്ച ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ചൊവ്വാഴ്ച വ്യാജമദ്യം കഴിച്ചവർക്ക് ബുധനാഴ്ചയോടുകൂടി ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ഇവിടെ വെച്ചാണ് ഈ ആൾക്കാർ പലരും ആശുപത്രിയിൽ വെച്ചാണ് പലരും മരിച്ചത്. ഛർദിയും അതുപോലെ തന്നെയുള്ള മറ്റ് രോഗലക്ഷണങ്ങളും ഒക്കെയായിരുന്നു ആദ്യമേ ഇവർ പ്രകടിപ്പിച്ചിരുന്നത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനടക്കം ഉത്തരവിട്ടിട്ടുണ്ട്. സർക്കാരിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രതിപക്ഷമടക്കം ഉന്നയിക്കുന്നത്. നാളെ BJP സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഒക്കെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സംഗീത. ശരി അശ്വനി, 50 പേരുടെ മരണത്തിനിടയാക്കിയ വ്യാജമദ്യ ദുരന്തത്തിൽ പ്രതിയായിരിക്കുന്ന ചെന്നദുരൈ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. അശ്വനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.